ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയ ദശക 28 ലക്ഷ്മി സ്വയംവരവും അമൃതോൽപത്തിയും. ശ്ലോകം 1. ഗരളം തരളാനിലം പുരസ്താ ജലധേരുദ്വിജകാളകാളകൂടം അമരസ്തുതിവാദമോദദിഗ്നോ ഗിരിശസ്തന്നിഭവൗ ഭവത്പ്രിയാർത്ഥം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതേ. ഹര ഹര മഹാദേവ. പദം. ഗരളം തരള അനലം പുരസ്താത് ജലധേ ഉദ്വിജകാള കാളകൂടം അമരസ്തുതി വാദ മോദ നിഘ്നഃ ഗിരിശ തത് നിപവൗ ഭവത് പ്രിയ അർത്ഥം. പാലാഴി മദന തുടങ്ങി ഏകനായ വിഷ്ണുവിനാൽ മദനം ചെയ്യപ്പെട്ട ക്ഷീരസാഗരത്തിൽ നിന്ന് ആദ്യമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കാളകൂട വിഷം പൊന്തി വന്നു. ദേവന്മാരുടെ സ്തുതികൾ കേട്ട് സന്തോഷിച്ച ശിവൻ അങ്ങയുടെ പ്രീതിക്ക് വേണ്ടി അത് പാനം ചെയ്തു. ശ്ലോകം 2. വിമതൽ സുസുരാസുരേഷു ജാതാസുരഭിസ്താം ഋഷിക്ഷുസ്ന്യതാസ്ത്രിതാമൻ ഹയരഗ്നമഭൂതദേവരഗ്നം ദ്യുതരുച്ചാപ്സരസത് സുരേഷു താനി. പദം. വിമതൽസു സുരാ അസുരേഷു ജാതാ സുരഭി താം ഋഷിഷു ന്യഥാ ത്രിധാമൻ ഹയരഗ്നം അഭൂത് അത ഇവ രഗ്നം ദ്യുതരു ച അപ്സരസ സുരേഷു താനി. അർത്ഥം. പിന്നീട് ദേവാസുരന്മാരൊന്നിച്ച് മദനം നടത്തിക്കൊണ്ടിരിക്കെ കാമധേനു പൊന്തി വന്നു. അല്ലയോ വൈകുണ്ഠേശ്വര, അങ്ങ് അതിനെ മഹർഷിമാരുടെ കീഴിലാക്കി. പിന്നീടുണ്ടായ അശ്വരത്നമായ ഉച്ചൈസ്രവസ്, ഗജശ്രേഷ്ഠനായ ഐരാവതം, പാരിജാത വൃക്ഷം, അപ്സര സ്ത്രീകൾ എന്നിവരെ അങ്ങ് ദേവന്മാർക്ക് കൊടുത്തു. ശ്ലോകം 3. ജഗദീശ ഭവത്പര തദാനി കമനീയ കമലാ ബഭൂവ ദേവി അമലാമവലോക്യാം വിലോലാ സകലോ വിസ്പൃഹയാം ബഭൂവ ലോകഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. പദം. ജഗദീശ ഭവത്പര തദാനി കമനീയ കമല ബഭൂവ ദേവി അമലാം അവലോക്യ യാം വിലോല സകലഃ അഭി സ്പൃഹയാം ബഭൂവ ലോകഃ. അർത്ഥം. ഹേ ജഗദീശ, അനന്തരം അങ്ങയിൽ ലയിച്ച മനസ്സോടുകൂടിയ കമനീയയായ ലക്ഷ്മി ദേവി ആവിർഭവിച്ചു. പരിശുദ്ധയായ ദേവിയെ കണ്ട് എല്ലാ ജനങ്ങളും താല്പര്യത്തോടെ ആശിച്ചു. ശ്ലോകം 4. ത്വയി ദത്തഹൃദേ തദൈവ ദേവേ ത്രിദശേന്ദ്രോ മണിപീഡികാം വ്യധാരീത് സകലോപഹൃതാഭിഷേചനീയൈ ഋഷയസ്താം ശ്രുതികീർപ്പിയഭ്യഷിഞ്ചൻ. പദം. ത്വയി ദത്തഹൃദേ തദാ ഏവ ദേവി ത്രിദശേന്ദ്ര മണിപീഡികാം വ്യധാരീത് സകല ഉപഹൃത അഭിഷേചനീയൈ ഋഷയഃ ത്വാം ശ്രുതിഗീർഭിഃ അഭ്യഷിഞ്ചൻ. അർത്ഥം. അങ്ങയിൽ ആത്മാർപ്പണം ചെയ്തിട്ടുള്ള ദേവിക്ക് വേണ്ടി ഉടനെ ദേവന്മാർ രത്നസിംഹാസനം കൊടുത്തു. മഹർഷി ശ്രേഷ്ഠന്മാർ സകലവിധ അഭിഷേക സാധനങ്ങളാലും മന്ത്രങ്ങളാലും ദേവിയെ അഭിഷേകം ചെയ്തു. ശ്ലോകം 5. അഭിഷേക ജലാനുപാതിമുക്ത ത്വദപാംഗയ്യവഭൂഷിതാംഗവല്ലീം മണികുണ്ടലപീതചേലഹാര പ്രമുഖൈസ്താം അമരാദയോന്യുഭൂഷൻ. പദം.
അഭിഷേക ജല അനുപാതി മുക്ത ത്വത് അപാംഗൈ അപഭൂഷിത അംഗവല്ലീം മണി കുണ്ടല പീത ചേല ഹാര പ്രമുഖൈ താം അമര ആദേഹ അന്വഭൂഷൻ. അർത്ഥം: അഭിഷേക ജലത്തിനൊപ്പം പതിയുന്ന അങ്ങയുടെ മുക്തമനോഹരങ്ങളായ വീക്ഷണങ്ങളാൽ അലങ്കൃതമായി തീർന്നവളും ലതാസദൃശ ശരീരിണിയുമായ ലക്ഷ്മിദേവിയെ ദേവന്മാർ രത്നകുണ്ടലങ്ങൾ, മഞ്ഞപ്പട്ട്, രത്നഹാരം എന്നിവയാൽ വീണ്ടും അലങ്കരിച്ചു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.